ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വതീ നമഃ. പീതാംബരങ്കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 53. ധേനുകാസുരവധം. ആദിത്യബാല്യം ജഗദാംബദേ ത്വാമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തതാഗോ ഗണപാലനായാം. ഹേ ജഗൽപദേ, ബാല്യാവസ്ഥ കടന്ന് മനോജ്ഞമായ കൗമാരപ്രായത്തിലെത്തിയ അങ്ങ് പശുക്കിടാങ്ങളെ വിട്ട് പശുക്കളെ മേയ്ക്കുന്ന ജോലിയിൽ വ്യാപൃതനായി. ഉപക്രമസ്യാനുഗുണൈവ സേയം അരുൽപുരാധീശ തവ പ്രവർത്തി ഗോത്രപരിത്രാണകൃദേവ തീർണസ്തദേവ ദേവാരഭതാസ്തദായത്. ഹേ ഗുരുവായൂർനാഥ, ഭൂമി സംരക്ഷണത്തിനായി അവതരിച്ച അങ്ങ് ഈ പ്രായത്തിൽ തന്നെ പശുപാലനം ആരംഭിച്ചത് അങ്ങയുടെ ജന്മോദ്ദേശത്തിന് യോജിച്ച ഉപക്രമം തന്നെയാണ്. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീദാംന നാംന സ്വസഖസ്യ വാച മോദാദഗാധേനുകാനനം ത്വം. ഒരിക്കൽ സഹോദരനായ ബലരാമനുമൊത്ത് വനശോഭകൾ ആസ്വദിച്ച് സഞ്ചരിച്ചിരുന്ന അങ്ങ് ശ്രീദാമാവ് എന്ന തൻ്റെ ഉറ്റ ചങ്ങാതി അഭിപ്രായപ്പെട്ടതിൻ പ്രകാരം ധേനുകാസുരൻ വസിക്കുന്ന വനത്തിലേക്ക് സന്തോഷപൂർവം തിരിച്ചു. ഉത്താലതാലീനിവഹേത്വദുക്ത്യാ ബലേന ദൂതേത ബലേന ദോർഭ്യാം മൃദുഃഖരശ്ചാഭ്യപതൽ പുരസ്താത് ഫലോൽക്കരോ ധേനുകദാനവോബി. അങ്ങയുടെ ആവശ്യപ്രകാരം ബലരാമൻ ഉയരമുള്ള കരിമ്പന മരങ്ങളെ ബലമായി പിടിച്ചു കുലുക്കിയപ്പോൾ മൃദുവും പഴുത്തതുമായ പനന്തേങ്ങകൾ തുരുതുര വന്നു വീണു. കൂടാതെ ദുഷ്ടനും കഠിനനുമായ ധേനുകാസുരനും മുമ്പിൽ ചാടി വീണു. സമുദ്യതോ ധേനുകപാലനേഹം കഥം വധം ധേനുകമധ്യകുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന ചുരൗഘയോധാരമജീഖതസ്ത്വം. ധേനുക സംരക്ഷണത്തിൽ ഉത്യുക്തനായ താൻ ധേനുകാസുരനെ വധിക്കുന്നത് ഉചിതമായിരിക്കുകയില്ലെന്ന് നിശ്ചയിച്ചുകൊണ്ട് ദേവശത്രുവായ അവനെ അങ്ങ് ജ്യേഷ്ഠനെ കൊണ്ട് നിഗ്രഹിപ്പിച്ചു. തദീയഭൃത്യാനഭിജംബുഗത്യേനോപാഗതാനഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനീവ തഥാ നിരാസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്ഥ. കുറുക്കന്മാരുടെ വേഷത്തിൽ വന്നെതിർത്ത ധേനുക ബന്ധുക്കളെയും അനുചരന്മാരെയും ഹേ ഭഗവൻ, അങ്ങും ജ്യേഷ്ഠനും കൂടി ആയാസരഹിതമായി വിനോദിക്കുന്നത് പോലെ ഞാവൽപ്പഴങ്ങൾ കണക്കെ കരിമ്പന മരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. വിനിഘ്നതി ത്വയ്യദജംബുഗൗഘം സനാമകത്വാദ്വരുണസ്തദാനീം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യതിതേതി മന്യേ. അപ്പോൾ അവിടുന്ന് കുറുക്കന്മാരെ അങ്ങ് നിഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജംബുകൻ എന്നു പേരുള്ള വരുണൻ പോലും ഭയാകുലനായി തൻ്റെ ആ നാമത്തെ വേദത്തിൽ ഒളിച്ചുവെച്ചുവെന്ന് ഞാൻ ഊഹിക്കുന്നു. തവാവതാരസ്യ ഫലം മുരാരേ സംജാതമത്യേതി സുരൈർനുദസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി
ബാലൈ സമം താലഫലാന്യഭുങ്ക്ത. ഹേ മുരാരേ, അങ്ങയുടെ അവതാരഫലം ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നുവെന്ന് ദേവഗണങ്ങളാൽ വാഴ്ത്തപ്പെട്ട അങ്ങ് അത് തികച്ചും സത്യമാണ്. ഇപ്പോൾ എനിക്ക് ഫലം കിട്ടി എന്ന് സ്മേരവദനായി പറഞ്ഞുകൊണ്ട് കരിമ്പനപ്പഴങ്ങൾ പെറുക്കിയെടുക്കുകയും ബാലകരുമൊത്ത് ഭുജിക്കുകയും ചെയ്തു. മധുദ്രുവസൃന്തി ബൃഹന്തി താനി ഫലാനി മോദാദഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച തൃപ്തൈർഭവനം ഫലൗഘം വഹദ്ഭിരാഗാ ഖലു ബാലകൈസ്ത്വം. നല്ല വലിപ്പത്തിൽ കഴമ്പുള്ളവയും മധുദ്രവമെഴുകുന്നതുമായ താലഫലങ്ങൾ ഭുജിച്ചു സംതൃപ്തരായ ബാലകർ അഭിമാനത്തോടുകൂടി അവ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പെറുക്കിക്കൊണ്ടുവന്നു. ഹേ ഭഗവൻ, അപ്പോൾ അങ്ങ് അവരെ അനുഗമിച്ചു. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദിഭിർമധുരാണി ലോകൈ ജയേതി ജീവേതി നുദോ വിഭോ ത്വം മരുൽപുരാധീശ്വര പാഹി രോഗാത്. ധേനുകൻ നിഗ്രഹിക്കപ്പെട്ടെന്നുരവിട്ട് അവിടെ എത്തി മധുരഫലങ്ങൾ പറിച്ചാസ്വദിക്കുന്ന ജനങ്ങൾ അങ്ങയ്ക്ക് വിജയാശംസകൾ നേർന്നു. ഗുരുവായൂർ പുരേശ്വരനായ പ്രഭോ, എന്നെ രോഗബാധകളിൽ നിന്നും മുക്തനാക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.